Hi friends, welcome all. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഇന്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പോർഷൻ ഓഫ് ദ സ്ഫിയർ x square plus y square plus z square is equal to a square that is above the xy plane and within the cylinder x square plus y square is equal to b square where the radius of the cylinder B is strictly less than A and strictly greater than 0. So നമുക്കൊരു സ്ഫിയർ തന്നിട്ടുണ്ട് x square plus y square plus z square is equal to a square എന്നാണ് ആ സ്ഫിയറിന്റെ ജനറൽ ഫോർമുല വരുന്നത്. ആ സ്ഫിയറിലെ പോയിന്റ്സിൽ xy എന്നുള്ള പ്ലെയിനിന് എബോവ് ആയിട്ടുള്ള പോയിന്റ്സും അതേപോലെ x square plus y square plus y square is equal to b square എന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ എടുക്കുക. അത് നമ്മുടെ ഗിവൺ റീജിയൻ ആക്കിയിട്ട് എടുക്കുക. സോ ഫംഗ്ഷൻ ആരായിട്ട് എടുക്കേണ്ടി വരും? x square plus y square plus z square is equal to a square കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. അതാണ് നമ്മുടെ സെറ്റിൽ വരിക. ആ ഒരു റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുന്നത്. ജസ്റ്റ് നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഗിവൺ ആയിട്ടുള്ള റീജിയൻ ഫസ്റ്റ് വൺ x square plus y square plus z square is equal to a square എന്നുള്ള സ്ഫിയർ ആണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ അതിന്റെ പ്ലോട്ടിങ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിലുള്ള ഒരു സ്ഫിയർ നമുക്ക് കിട്ടും. x square plus y square plus z square is equal to some a square. a എന്നുള്ളത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 എന്നുള്ള പോയിന്റ് എടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള സ്ഫിയർ കിട്ടും. ഇനി ഈ സ്ഫിയറിലുള്ള പോയിന്റ്സ് എന്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? xy എന്നുള്ള പ്ലെയിനിന് എബോ ആയിട്ടായിരിക്കണം. അപ്പൊ xy എന്നുള്ള പ്ലെയിനിന് എബോ ആയിട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ സ്ഫിയറിലെ പോയിന്റ്സിലെ xy എന്നുള്ള പ്ലെയിനിലെ അപ്പർ പാർട്ട് എടുക്കുക. അതായത് ഈ സ്ഫിയറിനെ നമ്മൾ രണ്ട് പോർഷൻ ആക്കിയിട്ട് നടുവ് കൂടെ xy എന്നുള്ള പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ വരച്ചിട്ടുള്ള xy പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ xy പ്ലെയിനിനുള്ള പോർഷൻസിലെ അപ്പർ പാർട്ടിലുള്ള സ്ഫിയറിന്റെ ഷേപ്പാണ് നമ്മുടെ ഫസ്റ്റ് ബൗണ്ടറി വരിക. ഇനി രണ്ടാമതൊരു ബൗണ്ടറി കൊടുക്കുന്നുണ്ട്. x square plus y square is equal to b square എന്നുള്ള സിലിണ്ടർ. ഫോർ എക്സാമ്പിൾ ബി എന്നുള്ളത് ഞാനൊരു 2 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 3 എന്ന്. സോറി, 0 ലെസ് ദാൻ ബി ലെസ് ദാൻ എ എന്ന്. സോ 2 എന്നുള്ളത് നമ്മൾ ഗിവൺ ആയിട്ട് ചൂസ് ചെയ്ത എനെക്കാട്ടും ചെറുതായിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബി എന്നുള്ള നമ്പർ ആയിട്ട് 2 ചൂസ് ചെയ്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിലിണ്ടർ കിട്ടും. x square plus y square is equal to 2 square. അപ്പൊ നമുക്ക് കിട്ടിയ റീജിയൻ എന്താണ്? സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ നമ്മുടെ ഗിവൺ സ്ഫിയറിനെ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ റീജിയനിലുള്ള ഓരോ പോയിന്റ്സിന്റെ കളക്ഷൻ എടുക്കുക. അതേപോലെ xy എന്നുള്ള പ്ലെയിനിലെ അപ്പർ പോയിന്റ്സ് കൊടുക്കുക. അപ്പൊ സ്ഫിയറിന്റെ അപ്പർ പോർഷനിൽ x square plus y square is equal to b square എന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് നമ്മുടെ ഗിവൺ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ടുള്ള ഗിവൺ റീജിയൻ ആയിട്ടുള്ള 6 വരുന്നത്. ഓക്കെ, സോ നമ്മൾ വരച്ച ഫിഗറിനെ നമ്മളൊന്ന് 2D വരയ്ക്കുകയാണെങ്കിൽ x square plus y square plus z square is equal to a square എന്നുള്ള സിലിണ്ടറിന്റെ അപ്പർ ഹാഫ് പോർഷൻ xy ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള റീജിയനിലുള്ള അപ്പർ ഹാഫ് പോർഷൻസ് വരും. അതായത് നമ്മൾ വരച്ചിട്ടുള്ള അപ്പർ ഹാഫ് പോർഷൻസ്. പിന്നീട് x square plus y square equal to b square were 0 less than b less than a എന്നുള്ള സിലിണ്ടർ എടുക്കുക. നമ്മൾ ഈ ഒരു സ്ഫിയർ എടുത്തു. ഈ സ്ഫിയറിന്റെ അപ്പർ ഹാഫ് പോർഷനിലുള്ള പോർഷൻസ് നമ്മൾ വരച്ചു. അതിന് ആ പോർഷൻസിലെ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് x square plus y square equal to b square എന്നുള്ള സിലിണ്ടർ വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഉള്ളിലും വരുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ ഒരു 2D XYZ എന്നുള്ള ആക്സിസുകൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള സ്കെച്ചാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഇന്റഗ്രൽ സ്ഫിയറിലെ പോയിന്റ്സ് ആണ്. xy എന്നുള്ള പ്ലെയിനിന് അപ്പർ ആയിരിക്കണം. x square plus y square equal to b square എന്നുള്ള സർഫസിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സും ആയിരിക്കണം. ആ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ എടുക്കുക. അതൊരു റീജിയൻ ആക്കിയിട്ട് എടുത്താൽ അവിടെ നമുക്ക് സർഫസ് ഇന്റഗ്രൽ എന്ത് എന്നുള്ളതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിവൺ ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ഏത് സർഫസ് ആണ് നമുക്ക് ഗിവൺ ആയിട്ട് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്ഫിയറിന്റെ അപ്പർ ഹാഫിലുള്ള പോയിന്റ്സ് എടുക്കുക. ആ പോയിന്റ്സ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സും കൂടി ആയിരിക്കണം. ആ പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ ഒരു റീജിയൻ ആക്കിയിട്ട് എടുത്താൽ ആ റീജിയനിലുള്ള ഇന്റഗ്രലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ആ റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കാം. സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റിസൾട്ട് ആണ് പറയുന്നത്. Let f be a function for which the first partial derivatives fx and fy are continuous on a closed region R. R എന്നുള്ളൊരു റീജിയൻ എടുത്തു. ആ റീജിയനിൽ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. Then the area of the surface R is given by, which is denoted by a of s and which is given by the double integral over the region R root of 1 plus fx at xy the whole square plus 1 plus fy at xy the square plus 1 plus fx square plus fy square into dA. dA എന്നുള്ള ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സർഫസിന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ സർഫസ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ പോയിന്റ്സ് ആർ എന്നുള്ള റീജിയനിലുള്ള പോയിന്റ്സ് given function equation satisfy ചെയ്യുന്നുണ്ടെങ്കിൽ 1 plus fx the square plus fy the whole square into dA root of 1 plus fx the whole square plus 1 plus fy the whole square into dA എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് റീജിയൻ ആണ് വരിക എന്നുള്ളത് ഒബ്സർവ് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻ ദ എബോ പ്ലെയിൻ എക്സ് വൈ എന്നുള്ള പ്ലെയിനിനെ എബോ ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിൽ വരുന്ന റീജിയനിലെ പോയിന്റ്സ് ഒബ്സർവ് ചെയ്തു. സോ നമുക്ക് ഗിവൺ റീജിയൻ ആർ അറിയാം. ആ റീജിയനിലുള്ള പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ റെപ്രസെന്റേഷൻ ആണ് ഇനി നമുക്ക് വേണ്ടത്. നമുക്ക് ഗിവൺ ആയിട്ടുള്ള റീജിയനിലുള്ള എല്ലാ പോയിന്റ്സും എവിടെയുള്ള പോയിന്റ്സ് ആണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്ഫിയറിലെ പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് z is equal to f of x, y എന്നുള്ള ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്താൽ അതിലുള്ള എല്ലാ പോയിന്റ്സും അത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇംപ്ലൈസ് z square is equal to a square minus x square minus y square. Okay, that will implies z is equal to root of a square minus x square minus y square. So if we define f of x comma y equal to root of f of x comma y is equal to some z is equal to f of x comma y which is equal to root of a square minus x square minus y square. ഈ ഒരു രൂപത്തിൽ നമ്മൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ z is equal to root of a square minus x square minus y square വരും. സോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് പ്രകാരം x square plus y square plus z square is equal to a square എന്ന് വരും. അപ്പൊ x square plus y square plus z square is equal to a square എന്നുള്ള സ്ഫിയറിലുള്ള എല്ലാ പോയിന്റ്സും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. z is equal to root of a square minus x square minus y square. So we can treat the function f as root of x square minus x square minus y square. So നമുക്ക് f എന്നുള്ള ഫംഗ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ the double integral over r f of x comma y the surface area a of s is equal to the double integral over r root of 1 plus fx square plus fy square into dA, where f is given by root of a square minus x square minus y square. So നമുക്ക് ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. സർഫസ് ഏരിയ is given by
a of s which is given by equation number 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഡയറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഫ് എക്സും എഫ് ഐ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എഫ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ എഫ് എക്സ് അറ്റ് എഫ് ഈക്വൽ ടു റൂട്ട് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ കാണണം. സോ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് കിട്ടി. ഇനി എക്സിൻ്റെത് കാണുമ്പോൾ എ സ്ക്വയറിനെയും വൈ സ്ക്വയറിനെയും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുക്കാം. മൈനസ് എക്സ് സ്ക്വയറിൻ്റെത് എന്ത് വരും? -2x. അപ്പോൾ 2നെയും ക്യാൻസൽ ചെയ്ത് എഫ് എക്സ് വിൽ ഈക്വൽ ടു -x ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ആൻഡ് എഫ് വൈ അറ്റ് എക്സ് കോമ വൈ ഈക്വൽ ടു ഇതേപോലെ തന്നെ വൈയിൽ ചെയ്യുന്ന സമയത്ത് 1/2 റൂട്ട് ഓഫ് സിമെട്രിക് ആയതുകൊണ്ട് നേരിട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 1/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടും. വൈയിലാണ് ചെയ്യുന്നത്. വൈയിൽ ചെയ്യുമ്പോൾ ഇതിലെ എ സ്ക്വയറിനെയും വൈ സ്ക്വയറിനെയും നമുക്ക് കോൺസ്റ്റന്റ് എ സ്ക്വയറിനെയും എക്സ് സ്ക്വയറിനെയും നമുക്ക് കോൺസ്റ്റന്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ വൈ സ്ക്വയറിന് ചെയ്യുന്ന സമയത്ത് -2y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2y, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, -y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. സോ വി ഹാവ് എഫ് എക്സ് അറ്റ് എക്സ് വൈ ഈസ് ഈക്വൽ ടു -x divided by root of a square minus x square minus y square, and fy at xy is given by -y divided by root of a square minus x square. ഇനി നമുക്ക് 1ന്റെ ഇന്റഗ്രൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 1 plus fx the whole square plus fy the square എന്താണ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 plus fx square plus fy square നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus എഫ് എക്സ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് അടിയിൽ സ്ക്വയർ പോയിട്ട് റൂട്ട് പോയിട്ട് സ്ക്വയർ പോകും. ഇതേപോലെ മൈനസിൻ്റെ സ്ക്വയർ വരുന്ന സമയത്ത് എക്സ് സ്ക്വയർ മുകളിൽ വരും. ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും, പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്. സോ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തു, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടി. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേമിനെയും 1നെയും തമ്മിലൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് വരും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും. ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും, പ്ലസ് ഇവിടെ ഒരു 1 ഡിനോമിനേറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം, പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ദെർഫോർ ദിസ് വിൽ ഈക്വൽ ടു എക്സ് സ്ക്വയർ, സോറി നമ്മൾ ഇവിടെ എഴുതിയ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പോൾ മാറിയിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു, മൈനസ് വൈ സ്ക്വയറും പ്ലസ് വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ടോട്ടൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ദെർഫോർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വിച്ച് ഈസ് 1 പ്ലസ് എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദെർഫോർ 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയറിൻ്റെ റൂട്ട് എന്ത് വരും? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇതിനെ നമ്മൾ 2 എന്ന് വിളിക്കാം. 2 will implies 1 plus fx the square plus fy the whole square ന്റെ റൂട്ട് എടുത്താൽ ന്യൂമറേറ്ററിൽ റൂട്ട് എടുക്കുന്ന സമയത്ത് a ആയിട്ട് മാറും,
ഡിനോമിനേറ്ററിൽ റൂട്ട് എടുക്കുന്ന സമയത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിട്ട് മാറും. സോ ബൈ 1 the surface area A of s equal to double integral over r a divided by root of a square minus x square minus y square dA. ഇനി നമുക്ക് ഡബിൾ ഇൻ്റഗ്രലിനെ ഫിബിനീസ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആറിനെ a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a square minus x square minus y square dx dy, where x is a function in y, g1 of y to g2 of y, and y varies from a to b. Okay, so by definition of double integral for surface area, the area of a of s is given by the double integral over r 1 root of 1 plus fx square plus fy square into dA, and root of 1 plus fx square plus fy square is given by a by root of a square minus x square. Okay, ഇനി നമുക്ക് ഇവിടെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫിബിനീസ് തിയറം രണ്ട് കോർഡിനേറ്റ് വേസിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഫസ്റ്റ് ചെയ്തതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ രണ്ടാമത് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ആദ്യം ചെയ്തതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഫിബിനീസ് തിയറം വെച്ചിട്ട് നമുക്ക് റീജിയൻസിന്റെ ഫോർമാറ്റ് അനുസരിച്ച് രണ്ട് മെത്തേഡിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇന്റഗ്രൽ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിട്ട് മാറും, ആർ സ്ക്വയർ ആയിട്ട് മാറും. പെട്ടെന്ന് നമുക്ക് ഡബിൾ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ പോളാർ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. പോളാർ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രലിന്റെ ഫോർമുല എന്താ വരുന്നത്, പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എ ഓഫ് എസ് എന്തായിട്ട് മാറും, എ ഓഫ് എസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ പോളാറിലേക്ക് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് ആർ കോമ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. ഹിയർ ഈസ് ദ വേരിയേഷൻ ഓഫ് ആർ ആൻഡ് ഹിയർ ദ വേരിയേഷൻ ഓഫ് തീറ്റ. ഇനി എഫ് ഓഫ് ആർ തീറ്റ ആരാണ്, നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ എഫ് ഓഫ് ആർ തീറ്റ എന്നുള്ളത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. സോ ബൈ ചേഞ്ചിങ് the integral to polar coordinates, we can evaluate the integral by using polar coordinate formula. Then the integral is given by f of r theta r dr d theta. Okay, so ഇനി നമുക്ക് f of r theta എന്താണ്, r ന്റെ വേരിയേഷൻ എന്താണ്, തീറ്റയുടെ വേരിയേഷൻ എന്താണെന്ന് നോക്കേണ്ടത്. f of r theta എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ r ന്റെയും തീറ്റയിലേക്കും ടേമിലേക്കും മാറ്റാം. അപ്പോൾ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ r ആയിട്ട് മാറും, r സ്ക്വയർ ആയിട്ട് മാറും. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും, എഫ് ഓഫ് ആർ തീറ്റ എന്നുള്ളത് എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ആറിന്റെ വേരിയേഷനും തീറ്റയുടെ വേരിയേഷനും ആണ് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഫിഗർ നമ്മൾ വരച്ചിട്ടുള്ള റീജിയൺ നോക്കിയിട്ട് ജസ്റ്റ് ആറിന്റെയും തീറ്റയുടെയും വേരിയേഷൻസ് ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ എയിം ആറിന്റെ വേരിയേഷൻ എവിടം മുതൽ എവിടം വരെ, അതേപോലെ തീറ്റയുടെ വേരിയേഷൻ എവിടം മുതൽ എവിടം വരെ എന്നാണ് പറയേണ്ടത്. ഓക്കെ, സോ നമ്മൾ പ്ലോട്ട് ചെയ്തത് പ്രകാരം നമ്മുടെ ഗിവൺ റീജിയൺ എന്താ വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്ഫിയറിലെ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഒരു സ്ഫിയറിലെ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൊട്ടേഷൻ ഫുള്ള് കൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് സ്ഫിയറിലുള്ള എല്ലാ പോയിന്റ്സും കിട്ടും, ഇവിടെ ഗിവൺ ആയിട്ടുള്ള സ്ഫിയറിലുള്ള. അപ്പൊ തീറ്റയുടെ ആംഗിൾ നമ്മൾ എക്സ് വൈ ആർ തീറ്റ എന്നുള്ള കോർഡിനേറ്റിൽ വരികയാണെങ്കിൽ തീറ്റ എന്നുള്ള ആംഗിൾ വേരി ചെയ്യുന്നത് എവിടെ മുതലാണ്, 0 എന്ന് തുടങ്ങിയിട്ട് 2πയിൽ എത്തുന്ന സമയത്ത് ഒരു ഫുൾ റൊട്ടേഷൻ വരും. അപ്പൊ സ്ഫിയറിലുള്ള എല്ലാ പോയിന്റ്സും വരും.
So theta varies from 0 to 2 pi. Now ആറിന്റെ റെസ്ട്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള സിലിണ്ടർ എടുക്കുക. ആ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് തീറ്റ എങ്ങനെ വേരി ചെയ്തിട്ട് സർക്കുലർ റീജിയനിലുള്ള പോയിന്റ്സ് കിട്ടും. ആറ് എന്നുള്ളത് സർഫസിലുള്ള പോയിന്റ്സ് ആണ്. സർഫസിലുള്ള പോയിന്റ്സ് എവിടം വരെ വേരി ചെയ്യുന്നുള്ളൂ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിൽ, അതായത് സിലിണ്ടറിന്റെ റേഡിയസിന്റെ പുറത്ത്. ഇപ്പൊ നമ്മുടെ ഫിഗർ എടുക്കുകയാണെങ്കിൽ അവിടെ സിലിണ്ടറിന്റെ പുറത്തേക്കും നമുക്ക് എന്ത് വരുന്നുണ്ട്? സ്ഫിയറിന്റെ ബോൾസിന്റെ പോർഷൻ വരുന്നുണ്ട്. അവിടെയുള്ള പോയിന്റ്സ് ഒന്നും നമ്മുടെ ഗിവൺ റീജിയനിൽ വരൂല. അതായത് ആറ് മാക്സിമം ഏത് ആംഗിൾ വരെ പോവുള്ളൂ? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള ആരോ ഗിവൺ ആയിട്ടുള്ള ആരോ നോക്കിയാൽ ആ സിലിണ്ടറിലുള്ള എൻ പോയിന്റ്സ് വരെ മാക്സിമം ആറ് വാല്യൂ വേരി ചെയ്യാൻ പറ്റുള്ളൂ. ആ ബി സ്ക്വയറിനെക്കാട്ടിയും അല്ലെങ്കിൽ ബിനെക്കാട്ടിയും വലിയൊരു പോയിന്റ് എടുക്കുന്ന സമയത്ത്, നമ്മൾ ബിനെക്കാട്ടിയും വലിയൊരു പോയിന്റ് എടുക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ബി ആയിട്ട് ഒരു നമ്പർ എടുക്കുന്ന സമയത്ത് എന്ത് വരും? ആ നമ്പറിന്റെ പുറത്താകുന്ന സമയത്ത് അയാള് നമ്മുടെ ഗിവൺ റീജിയനിൽ വരൂല. സോ ആർ varies from 0 to b. Hence theta varies from 0 to 2 pi and r varies from 0 to b. Then we can evaluate the integral by using polar coordinates, and we have the integral a of s is equal to r varies from 0 to b and theta varies from 0 to 2 pi. Therefore this can be evaluated. ഇനി നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? എനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. കാരണം ആറിലും തീറ്റയിലുമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് 0 to 2 pi 0 to b 1 by root of a square minus r square. അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് a square minus r square whole power minus 1 by 2 r dr d theta method. So we have a of s is given by a into integral 0 to 2 pi integral 0 to b a square minus r square whole power minus 1 by 2 r dr d theta. ഇനി ഇത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ വെച്ചിട്ട് ജസ്റ്റ് ഇന്റഗ്രൽ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഹോൾ പവർ മൈനസ് 1 by 2 എന്നാണ്. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ആർ സ്ക്വയറിനെ യു എന്ന് കൊടുത്താൽ വാട്ട് അബൌട്ട് 2r dr du ആയിട്ട് മാറും. ദാറ്റ് ഈസ് du ബൈ dr എന്നുള്ളത് 2r വരും. സോ 2r dr is equal to du വരും. Then what about r into dr which is equal to du by 2. സോ നമ്മൾ ആർ സ്ക്വയറിനെ യു എന്ന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർ സ്ക്വയർ ആക്കണ്ട, ടോട്ടലി എ കോൺസ്റ്റന്റ് അല്ലേ, എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിനെ യു എന്ന് കൊടുക്കുകയാണെങ്കിൽ മൈനസ് 2r dr is equal to du വരും. സോ r dr എന്നുള്ളത് എന്തായിട്ട് മാറും? du by 2ന്റെ നെഗറ്റീവ് ആയിട്ട് മാറും. മൈനസ് du by d2 du by 2. Therefore this will equal to a അതുപോലെ എഴുതാം, ഇന്റഗ്രൽ 0 to 2 pi അതുപോലെ എഴുതി, ഇന്റഗ്രൽ 0 to b അതിനെ നമ്മൾ യു എന്ന് കൊടുത്തു. ഇവിടെ യു കൊടുക്കുമ്പോൾ അതിന്റെ ലിമിറ്റ് മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ ലിമിറ്റ് മാറ്റാതെ അവസാനം തിരിച്ച് ഈ ആറിന്റെ ടേമിലേക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യാം. എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിന് യു കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? ഈ എക്സ്പ്രഷൻ യു പവർ മൈനസ് 1 by 2 ആർ ഡി ആർ എന്നുള്ളത് ഡി യു ബൈ മൈനസ് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ മൈനസ് 1 by 2 നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? യു പവർ മൈനസ് 1 by 2 1 by 2 ഡി യു വരും. ഇനി യു പവർ മൈനസ് 1 by 2ന്റെ ഇന്റഗ്രൽ എന്തിന് ഈക്വൽ ആണ്? 1 by 2 നമുക്ക് ഔട്ട്സൈഡ് ഉണ്ട്. യു പവർ മൈനസ് 1 by 2ന്റെ ഇന്റഗ്രൽ യു പവർ മൈനസ് 1 by 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 by 2 പ്ലസ് 1. ഇനി 1 മൈനസ് 1 by 2 ചെയ്യുന്ന സമയത്ത് 1 by 2 കിട്ടും. അപ്പൊ ഈ 1 by 2 ആ 1 by 2 കൂടി നമുക്ക് കണ്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുള്ളത്? യു പവർ മൈനസ് 1 by 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ യു പവർ 1 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു യു ആരാ? എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പവർ 1 by 2 എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടലി നമ്മൾ ഇവിടെ മുതൽ 0 to b ഇന്റഗ്രൽ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഹോൾ പവർ മൈനസ് 1 by 2
ആർ ഡി ആറിന്റെ എക്സ്പ്രഷൻ ആണ് ഇവാലുവേറ്റ് ചെയ്തത്. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഹോൾ പവർ 1/2. Therefore, എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ whole power 1/2 and limit varies from 0 to b into d theta. Now this will equal to, ഇവിടെ നമുക്കൊരു മൈനസ് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ മൈനസ് ഔട്ട് സൈഡ് വരും. ഇവിടെ നമ്മൾ -1/2 du എന്നാണ് പറഞ്ഞത്. അപ്പോൾ -1/2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് ഇന്റഗ്രൽ -a into integral 0 to 2 pi a square minus r square whole power 1/2 0 to b. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബിന്റെ വാല്യൂ ആറിന് കൊടുക്കുക. ദെൻ ദിസ് വിൽ ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 to 2 pi. ബി വാല്യൂ കൊടുക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ബിയുടെ വാല്യൂ മാക്സിമം വാല്യൂ കൊടുത്തു, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ആർ വാല്യൂ 0 കൊടുക്കുക. ബിയുടെ ആറിന്റെ ലിമിറ്റ് ആയിട്ട് 0 കൊടുക്കുന്ന സമയത്ത് എ സ്ക്വയർ ഹോൾ പവർ 1/2 റൂട്ട് ഓഫ് എ സ്ക്വയർ വരും ഇൻറ്റു ഡി തീറ്റ. Therefore, this will equal to a into integral 0 to 2 pi root of a square minus b square minus a into d theta. സോറി, നമ്മൾ ഇവിടെ രണ്ടിടത്ത് ഓരോ മൈനസ് എഴുതാൻ വിട്ടുവരുന്നു. മൈനസ് എഴുതി. ഇനി ആ മൈനസ് മാറാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇയാളെ ഇന്റർചേഞ്ച് ചെയ്യാം. ഇയാൾ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ എ ഇൻറ്റു എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇന്റഗ്രൽ 0 to 2 pi d തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 2 pi a into a minus root of a square minus b square. Hence, this is the surface integral. അപ്പോൾ നമുക്ക് ഗിവൺ ഏരിയയുടെ സർഫസ് ഏരിയ ആയിട്ട്, ഗിവൺ സർഫസിന്റെ ഏരിയ ആയിട്ട് 2 pi a into a minus root of a square minus b square എന്ന് കിട്ടി. Hence, we solve the problem. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.